ഇതിനായിട്ടാണ് ജനിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ മനസ്സിലാക്കേണ്ട തരത്തിലുള്ള സംഭവം അപ്പുറത്തുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരൊറ്റ പീസേ ജനിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഐറ്റം, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജനിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. ഒരേ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആള് ഈ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞാല് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒബ്വിയസ്ലി ചില സെറ്റ് ബാക്കുകളൊക്കെ അതിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ നാഷൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കരഞ്ഞപ്പോ അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു നാഷൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചപ്പോഴേക്കും കരയുന്നു എന്നുള്ളത്. നിങ്ങൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ? ആ മനുഷ്യന്റെ ആ ഒരു ഹങ്കറിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരാണ്? ലമീൻ യമാൽ ഒരു ഇൻക്രെഡിബിൾ ടാലന്റ് ആണ്. ചെക്കനെ കുറിച്ച് ക്രിസ്ത്യാനോട് തന്നെ മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ ക്ലാസി ആയിട്ടുള്ള സംഭവമാണ്. അതായത് ചെക്കനെ നിങ്ങൾ വെറുതെ വിടുക, ആളൊരു ഫിനോമിനൽ പ്ലെയർ ആണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ഇൻഡിവിജ്വൽ ടൈറ്റിലുകളും ടീം ടൈറ്റിലുകളും ഒക്കെ ചെങ്ങായി അടിച്ചോളൂ എന്നുള്ളതാണ്. ആൾക്കറിയാം ലമീന്റെ എബിലിറ്റി എന്താണെന്നുള്ളത്. ലമീനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയിട്ടേ ഉള്ളൂ. മാത്രമല്ല അപ്പുറത്ത് ആരുമായിട്ടായിരുന്നു ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടായിരുന്നത്? 40-കാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ പോലും ലമീൻ യമാലിന്റെ വയസ്സിനേക്കാൾ കൂടുതലാണെന്നുള്ളതാണ്. അത് വെറും ഒരു കരിയർ അല്ല, അത്രയും എലീറ്റ് ആയിട്ടുള്ള ഒരു കരിയർ. അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ വീണ്ടും മറ്റൊരു ഫൈനലിൽ കൂടി ഒരു ക്ലച്ച് മൊമെന്റിൽ ഡെലിവറി ചെയ്യുന്നത് വളരെ ക്ലോസപ്പിൽ നിന്നുകൊണ്ട് കാണാൻ ലമീൻ യമാലിന് സാധിച്ചിട്ടുണ്ട്. ലമീൻ യമാലിന് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും പഠിക്കാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അണ്ണൻ ക്ലച്ചാണ്. അപ്പൊ 40-ാമത്തെ വയസ്സിലും ക്ലച്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ച്? എളുപ്പമുള്ള സംഭവമാണല്ലോ. ക്വാർട്ടർ ഫൈനലില്, സെമി ഫൈനലില്, ഫൈനലില്, സെമി ഫൈനലില് വിന്നിംഗ് ഗോൾ, ഫൈനലില് ഈക്വലൈസർ ഗോൾ. Download ShareChat.